ഹായ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ സെൽ സ്റ്റൈൽ ഓപ്ഷൻസിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ധാരാളം സെൽ സ്റ്റൈലുകൾ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ നൽകുന്നുണ്ട്. ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കുക വഴി നമുക്ക് നമ്മുടെ സമയവും മറ്റും നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്നുള്ളത്. ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സെൽ സ്റ്റൈൽ ഓപ്ഷൻസിലെ ക്വിക്ക്ലി ഫോർമാറ്റ് എ സെൽ, ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ സെൽ സ്റ്റൈൽ, ഹൗ ടു മോഡിഫൈങ് സെൽസ്, ഹൗ ടു ഇമ്പോർട്ട് എ സെൽ സ്റ്റൈൽ എന്നീ 4 ഓപ്ഷനുകളെ കുറിച്ചാണ്. ആദ്യമായി എങ്ങനെയാണ് ഒരു സെൽ സ്റ്റൈൽ നമുക്ക് നമ്മുടെ എക്സലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് നോക്കുക. അതിനായി ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ C3 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഹോം ടാബിൽ സ്റ്റൈൽ ഗ്രൂപ്പുകളിൽ സെൽ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ഓപ്ഷനുകൾ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു പക്ഷേ അതിലുള്ള സെയിലുകളൊന്നും നമുക്ക് പറ്റിയത് ഇല്ല എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ഒരു സെൽ സ്റ്റൈൽ രൂപീകരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അടുത്തതായി പരിചയപ്പെടുന്നത്. അതിനായി ഹോം ടാബിൽ സെൽ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഇതിൽ ഈ സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ധാരാളം നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ഏറ്റവും താഴെയായി ന്യൂ സെൽ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഈ ബോക്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സലിൻ്റെ ഏതെങ്കിലും ഒരു പേര്, ഈ സ്റ്റൈലിന് ഏതെങ്കിലും പേരുകൾ നിർദ്ദേശിച്ചു കൊടുക്കുക. ശേഷം തൊട്ടടുത്തുള്ള ഈ ഫോർമാറ്റ് ബട്ടൺ അമർത്തുക. ഈ ബട്ടൺ അമർത്തുക വഴി നമ്മൾ സെൽ സ്റ്റൈലിൽ നമുക്ക് ആവശ്യമായ നമ്പർ ഫോർമാറ്റുകൾ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല് ആൻഡ് പ്രൊട്ടക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ സെല്ലിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫിൽ കളറിൽ നിന്നും റെഡ് കളർ സെലക്ട് ചെയ്യുക. ഫോണ്ടിൽ വഴി കളർ, അലൈൻമെൻറ്റ്, സെൻറ്റർ, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഇതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കാണുന്ന ചെക്ക് ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നത് നമുക്ക് ഓൾറെഡി അൺചെക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ഓക്കെ. ശേഷം ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഹോം ടേബിൽ പോയി ഹോം ടേബിലൂടെ സെൽ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായി നമ്മൾ തിരഞ്ഞെടുത്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സലിൻ്റെ നമ്മൾ നൽകിയിട്ടുള്ള പേരിലുള്ള എക്സൽ സ്റ്റൈൽ ഇവിടെ വന്ന് കിടക്കുന്നതായി, സെൽ സ്റ്റൈൽ ഇവിടെ വന്ന് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഈ സെല്ലുകൾ മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ സെൽ സ്റ്റൈലുകൾ നമുക്ക് മോഡിഫൈ ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഇതേ ഓപ്ഷനിൽ തന്നെ പോയി എടുത്തതിന് ശേഷം സൈഡ് ബട്ടൺ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും മോഡിഫൈ ഓർ ഡിലീറ്റ് എന്നീ ഓപ്ഷനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു സെൽ സ്റ്റൈൽ നമ്മൾ ഈ എക്സലിൽ എവിടെയൊക്കെയാണോ ഉപയോഗിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഈ ഒരു
മാറ്റം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെല്ലിൽ നമ്മൾക്ക് ആവശ്യമായ ഏത് ക്രമീകരണങ്ങളും മാറ്റങ്ങളും ഇവിടെ വരുത്തിയാൽ അത് നമ്മൾ അതുവരേക്കും ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സെല്ലിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സമയം ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വർക്ക് ബുക്കിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സെൽ സ്റ്റൈൽ നമുക്ക് ഈ വർക്ക് ബുക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണ് മെർജ് സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത്. ആദ്യം നിങ്ങൾ ഏത് വർക്ക് ബുക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ വർക്ക് ബുക്ക് തുറന്നു വെച്ചതിന് ശേഷം മെർജ് സ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമ്മൾ ഉപയോഗിച്ച ഏത് സ്റ്റൈലാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ശേഷം നമ്മൾ പഴയ വർക്ക് ബുക്കുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ആ സെൽ സ്റ്റൈൽ നമുക്ക് ഇതിൽ ലഭ്യമാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത് 4 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഹൗ ടു ക്വിക്ക്ലി ഫോർമാറ്റ് എ സെൽ, ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ സെൽ സ്റ്റൈൽ, ഹൗ ടു മോഡിഫൈ സെൽസ്, ഇമ്പോർട്ട് എ സെൽ സ്റ്റൈൽ. ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ കാണുന്നത് ആദ്യമായി ആണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണമെന്നും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തണമെന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.